പാപമില്ലാത്തവൻ, പരിശുദ്ധനായവൻ. അതേ പ്രിയരെ, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സകല മനുഷ്യരെയും സ്നേഹിച്ചിട്ട് സകല മനുഷ്യരെയും നഷ്ടമായി പോകാതെ, നഷ്ടമാക്കി കളയാതെ ദൈവത്തെങ്കിലേക്ക് അവരെ ആനയിക്കുവാൻ വേണ്ടി സൃഷ്ടാവായ ദൈവം വിഭാവനം ചെയ്ത ആ പദ്ധതിയാണ് കേട്ടോ യേശുക്രിസ്തു. അതേ സ്നേഹിത, യേശുക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല, യേശുക്രിസ്തു ഒരു സഭയുടെ മുതൽക്കൂട്ടല്ല, യേശുക്രിസ്തു ഏതെങ്കിലും സംഘടനയുടെ വക്താവല്ല. അതിനപ്പുറം യേശുക്രിസ്തു ആര് എന്ന് ചോദിച്ചാൽ സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഉലകത്തിൽ കടന്നു വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ കുറിച്ച് പല മിഥ്യാധാരണകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ചിലർ പറയുന്നുണ്ട് യേശുക്രിസ്തു തച്ചന്റെ കൊച്ചനാണ്, ചിലർ പറയുന്നുണ്ട് യേശുക്രിസ്തു ഒരു ആശാരിച്ചെറുക്കനാണ്, ചിലർ പറയുന്നു യേശുക്രിസ്തു എന്ന് പറയുന്നത് പാവപ്പെട്ടവരെയും അശരണരെയും സമൂഹത്തിന്റെ ഉന്നമനത്തിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അവരുടെ രക്ഷകനായി പിറവിയെടുത്തവനാണ് യേശുക്രിസ്തു എന്ന് പറയാറുണ്ട്. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ പറയുന്നത് യേശുക്രിസ്തു ഒരു കെട്ടുകഥയാണ്. എന്നാൽ ആരാണ് യേശുക്രിസ്തു എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനാണ് യേശുക്രിസ്തു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഏക സത്യ നിത്യ ദൈവമാണ്. അതേ പ്രിയരെ, യേശുക്രിസ്തു ഏക സത്യ നിത്യ ദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. ബൈബിൾ അവനെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ദൈവരൂപത്തിൽ ഇരുന്നവൻ, ദൈവത്തോട് കൂടെ വസിച്ചവൻ, ആ ദൈവ മഹിമകളെ വെടിഞ്ഞ് അവനിൽ അവതരിച്ചവൻ യേശുക്രിസ്തു. എന്തിനു വേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചു? കേവലം ഒരു മതത്തെ ആരംഭിക്കുവാനോ കേവലം സഭകൾ കെട്ടിപ്പടുക്കാനോ അല്ല. യേശുക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നതിന്റെ സുപ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് പാപം ചെയ്ത ദൈവത്തെ നഷ്ടമാക്കി ദൈവത്തിൽ നിന്നും അകന്നുപോയി അധാർമിക പ്രവർത്തിയിൽ കിടക്കുന്ന, അനാത്മീക അവസ്ഥയിൽ കിടക്കുന്ന, അസാൻമാർഗിക ജീവിത നിലവാരം നയിക്കുന്ന വ്യക്തികളെ ദൈവത്തിങ്കലേക്ക് തിരികെ അടുപ്പിക്കാൻ വേണ്ടി അത്രേ യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത്. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടവനായി, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവനായി, വീട്ടിനും നാട്ടിനും തലവേദനയായി ഞങ്ങളെ ശ്രവിക്കുന്നെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം: യേശു നിന്നെ സ്നേഹിക്കുകയാണ്. ഒരുപക്ഷെ താങ്കളുടെ